എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ആൽ കുടുംബത്തിൽപ്പെട്ട ഫൈക്കസ് മൈക്രോകാർപ്പ എന്ന ബോൺസായി മരങ്ങളാണുള്ളത്. ഞങ്ങളുടെ ശേഖരത്തിൽ നിന്നുള്ള ഈ മരങ്ങളെല്ലാം ഏകദേശം 15 മുതൽ 25 വർഷം വരെ പ്രായമുള്ളവയാണ്. ബോൺസായി പ്രേമികളുടെ ഇഷ്ടമരമാണ് ചൈനീസ് ബനിയൻ, ഇന്ത്യൻ ലൊറേൽ, റെറ്റ്യൂസ ഫിഗ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഫൈക്കസ് മൈക്രോകാർപ്പ. ഇതിൻ്റെ തിളക്കമുള്ള പച്ച ഇലകൾ, താഴേക്ക് വളരുന്ന വേരുകൾ അല്ലെങ്കിൽ ഏരിയൽ റൂട്ട്സ്, വ്യക്തമായ തായ്തടി അഥവാ ട്രങ്ക്, ഭംഗിയുള്ള ശിഖരങ്ങൾ തുടങ്ങിയ ഒരു ബോൺസായി മരത്തിന് വേണ്ട ആകർഷകമായ എല്ലാ ഘടകങ്ങളും ഒത്തിണങ്ങിയ ഒരു മരമാണിത്. ചുവപ്പ് നിറത്തിലുള്ള ചെറിയ പഴങ്ങളും ഈ മരത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ഈ പ്രത്യേകതകളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് കുറ്റിച്ചെടിയായി പൂന്തോട്ടങ്ങളിലും അതുപോലെ തന്നെ ചട്ടിയിലുമൊക്കെ വളർത്താനായിട്ട് സാധിക്കും. പ്രൂണിംഗ് നടത്തി ഏത് രൂപത്തിലും വലിപ്പത്തിലും വളർത്താമെന്നുള്ളതുകൊണ്ട് ലാൻഡ്സ്കേപ്പിങ്ങിലും ഈ മരത്തിന് വളരെ പ്രാധാന്യമുണ്ട്. വീട്ടിനുള്ളിലും ബാൽക്കണിയിലുമൊക്കെ വലിയ പ്രയാസമില്ലാതെ ഈ ബോൺസായി നമുക്ക് വളർത്താം. ആൽ കുടുംബത്തിൽപ്പെട്ട മറ്റ് മരങ്ങളെപ്പോലെ തന്നെ ഫൈക്കസ് മൈക്രോകാർപ്പ ബോൺസായി മരവും വീട്ടിൽ പോസിറ്റീവ് എനർജി നൽകുമെന്നുള്ള ഒരു വിശ്വാസവും നിലവിലുണ്ട്. തെക്കനേഷ്യൻ രാജ്യങ്ങളിലെ അതായത് ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ വളരെ നന്നായി വളരുന്ന മരമാണ് ഫൈക്കസ് മൈക്രോകാർപ്പ. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ബോൺസായി ആയി വളർത്താൻ ഏറ്റവും അനുയോജ്യമായൊരു മരമാണിത്. ഏത് ബോൺസായി സ്റ്റൈൽ വേണമെങ്കിലും നമുക്ക് ഈ ചെടിയിൽ അനായാസം പരീക്ഷിക്കാവുന്നതാണ്. ബോൺസായി വളർത്താൻ തുടങ്ങുന്നവർക്ക് ഏറ്റവും യോജിച്ച ഒരു മരമാണിതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജിൻസങ് ഫൈക്കസ് മൈക്രോകാർപ്പ എന്നത് ഈ ഇനത്തിൽപ്പെട്ട വളരെ ആകർഷകമായ ഒരു ബോൺസായി ആണ്. ഇതിൻ്റെ തടിച്ച വേരുകൾക്ക് ജിൻസങ് എന്ന ഔഷധ സസ്യത്തിൻ്റെ രൂപവുമായി സാമ്യമുള്ളതുകൊണ്ടാണ് ഈ പേര് ലഭിച്ചത്. കമ്പുകൾ മുറിച്ച് നട്ട് നമുക്ക് ഫൈക്കസ് മൈക്രോകാർപ്പ മരത്തിൻ്റെ തൈകൾ വളർത്തിയെടുക്കാം. നമ്മുടെ ബോൺസായി മരത്തിൻ്റെ ഭംഗിയും ആരോഗ്യവും നിലനിർത്താൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ല സൂര്യപ്രകാശം ആവശ്യമാണെങ്കിലും നേരിട്ടുള്ള സൂര്യപ്രകാശ ഇലകൾ കരിഞ്ഞു പോകുന്നതിന് കാരണമായേക്കാം. വെള്ളം തീരെ കുറഞ്ഞു പോകാതെയും അധികമാകാതെയും പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല നീർവാർച്ചയുള്ള പോട്ടിംഗ് മീഡിയ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മണ്ണ്, മണൽ, ഉണങ്ങിയ ചാണകപ്പൊടി, കോക്കോപീറ്റ് എന്നിവ തുല്യ അളവിൽ ചേർത്ത് നമുക്കിത് തയ്യാറാക്കാം. കൃത്യമായ ഇടവേളകളിൽ പ്രൂണിംഗ് നടത്തി നമ്മുടെ ബോൺസായി മരത്തിൻ്റെ ആരോഗ്യവും സൗന്ദര്യവും നമുക്ക് നിലനിർത്താൻ സാധിക്കും. അതുപോലെ 2-3 വർഷത്തിലൊരിക്കൽ നമ്മുടെ ബോൺസായി മരം റീപോട്ടിംഗ് നടത്തേണ്ടതാണ്. ശ്രദ്ധയോടെ പരിപാലിച്ചാൽ തീർച്ചയായും ഫൈക്കസ് മൈക്രോകാർപ്പ മനോഹരമായ ഒരു കലാരൂപമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.